ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ T20 ടീമിന് തലമുറ മാറ്റം. ശ്രേയസ് അയ്യരാണ് ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റൻ. അതോടൊപ്പം തന്നെ വൈഭവ് സൂര്യവംശി എന്ന ഇന്ത്യൻ കൗമാര വിസ്മയം 15 വയസ്സുകാരൻ ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് അരങ്ങേറ്റം കുറിക്കാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നു. സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യയുടെ മുൻ T20 ക്യാപ്റ്റൻ ടീമിൽ അവസരം നഷ്ടപ്പെടുന്നു. ശുഭ്മാൻ ഗിൽ എന്ന ഇന്ത്യയുടെ രാജകുമാരന് വീണ്ടും ടീമിൽ അവസരം നിഷേധിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് ഇന്ന് T20 ആയി ബന്ധപ്പെട്ട് ഇന്ത്യൻ T20യുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ആദ്യം തന്നെ ശ്രേയസ് അയ്യരിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ മികച്ച ക്രിക്കറ്റ് പ്ലേയേഴ്സിൽ ഒരാളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ IPL ചാമ്പ്യനാക്കിയ ക്യാപ്റ്റൻ, ഡൽഹി ക്യാപിറ്റൽസിനെയും പഞ്ചാബ് കിങ്സിനെയും ഫൈനലിലെത്തിച്ച ക്യാപ്റ്റൻ, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ശ്രേയസ് അയ്യരിന്. 2.5 വർഷത്തിന് ശേഷമാണ് ശ്രേയസ് അയ്യർ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചു വരുന്നത്, അതും നായകനായിട്ട്. തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവിൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന ശ്രേയസ് അയ്യരിന് ഇനിയുള്ള പരമ്പരകളിലും ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യയെ നയിക്കുവാനും ജേതാക്കളാക്കുവാനും അല്ലെങ്കിൽ പരമ്പര നേടുവാനും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രതിഭയെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ നേതൃത്വ പാഠവത്തെക്കുറിച്ചും ആർക്കും ഒരു സംശയമില്ല. അദ്ദേഹം അർഹൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു ശോഭനമായ ഭാവി ഇന്ത്യൻ T20 ക്രിക്കറ്റിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു പ്രധാന അപ്ഡേഷൻ, വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. ഇതൊരൊട്ടും അത്ഭുതത്തോടു കൂടിയല്ല നമ്മൾ ആരും കാണുന്നത്. നമുക്ക് ഏവർക്കും അറിയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുമെന്നുള്ളത്. IPL 2026 IPL ആര് തൂക്കി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വൈഭവ് സൂര്യവംശി എന്ന് തന്നെയാണ്. ഓറഞ്ച് ക്യാപ്പ് ഉൾപ്പെടെ എമർജിംഗ് പ്ലെയർ, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, സ്ട്രൈക്ക് റൈറ്റർ എന്ന് എല്ലാ അവാർഡുകളും അങ്ങനെ ഒട്ടനേകം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടാണ് ഈ 15 വയസ്സുകാരൻ IPL ലോകശ്രദ്ധ നേടിയിട്ടുള്ളത്. നമുക്കറിയാം, റീസെൻ്റ്ലി നടന്ന Under-19 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന ഇന്ത്യക്ക് ജേതാക്കളാവാനായിട്ട് വളരെ നിർണായകമായിരുന്നു. 80 ബോളിൽ നിന്നും 175 റൺസ് അടക്കം നേടി വളരെ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം ഒരു ഇന്നിങ്സിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും തന്നെ, ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും മറ്റ് പ്ലെയേഴ്സും എല്ലാവരും തന്നെ ഈ 26 ഈ ഒരു IPL വൈഭവിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഒട്ടും നിരാശപ്പെടുത്താതെ തന്നെ വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിച്ചു. 776 റൺസ് എടുത്ത് ഒരുപാട് മികച്ച കളിക്കാർ ഉണ്ടായിട്ട് അവരോടൊപ്പം മത്സരിച്ചുകൊണ്ടാണ് ഈ 15 വയസ്സുകാരൻ ഓറഞ്ച് ക്യാപ്പ് എന്ന ഒരു പുരസ്കാരം സ്വന്തമാക്കാൻ, ഏറ്റവും കൂടുതൽ റൺസ് നേടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം 100% അർഹനാണ് കടന്നു വരാൻ എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. നല്ലൊരു കോമ്പറ്റീഷൻ ആണ് ഓപ്പണിംഗ് ഇതിലുള്ളത്. നമുക്കറിയാം, സഞ്ജു, അഭിഷേക് ശർമ്മ പോലെയുള്ള ആളുകൾ നിൽക്കുമ്പോഴാണ് വൈഭവിൻ്റെ ഒരു കടന്നുവരവ്. ആർക്കാണ് വൈഭവിൻ്റെ വരവിലൂടെ സ്ഥാനം നഷ്ടമാകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മറ്റൊരു പ്രധാന അപ്ഡേഷനാണ്, സൂര്യകുമാർ യാദവിൻ്റെ ടീമിൽ സ്ഥാനം നിഷേധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, 360 എന്ന് അറിയപ്പെടുന്ന മിസ്റ്റർ 360 എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് പ്രതാപകാലത്തിൽ ഇന്ത്യൻ T20 ക്രിക്കറ്റിൻ്റെ നെടും തൂണായിരുന്നു. എത്ര മത്സരങ്ങളാണ് നമ്മളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് വിസ്മയം നമ്മളെ കോരിത്തരിപ്പിച്ചിട്ടുള്ളത്. എത്ര മത്സരങ്ങളാണ് അദ്ദേഹം ഒറ്റയ്ക്ക് എന്ന് വിജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ T20 വേൾഡ് കപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ഫോം കണ്ടെത്താൻ കഴിയാതെ അമേരിക്കയ്ക്കെതിരെ നേടിയ 84 റൺസ് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തെ ഒട്ടും തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. IPLലും അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒട്ടും തന്നെ തിളങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സൂര്യകുമാർ യാദവിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഏകദേശം നഷ്ടപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. എന്നാലും ടീമിൽ അവസരം ഒറ്റയടിക്കാനും നിഷേധിക്കപ്പെടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ അത് സംഭവിച്ചു. ഒരു തലമുറ മാറ്റം എന്ന രീതി തന്നെ സൂര്യകുമാറിന് അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇപ്പം അശ്വിനെ പോലുള്ള ലെജൻഡറി ബോളേഴ്സ് അല്ലെ പ്ലേയേഴ്സ് സൂര്യകുമാറിനെ അങ്ങനെ മാറ്റേണ്ടിയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ എന്ന രീതിയിലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് അശ്വിൻ അങ്ങനെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ആ സമയത്ത് സൂര്യകുമാർ യാദവ് അച്ഛനാകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിയിൽ അത് മത്സരത്തിൽ കുറേ പ്രകടമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോമില്ലായ്മയൊക്കെ അംഗീകരിക്കുന്നു. എങ്കിൽ പോലും കുറച്ചും കൂടി ആ ഒരു അവസരം സൂര്യകുമാറിന് നൽകണമായിരുന്നു എന്നാണ് അശ്വിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്.
അപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പുതിയ ടീമിൻ്റെ സ്ക്വാഡിൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് തന്നെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ആശംസകളും അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റൊരു അപ്ഡേഷനാണ് ശുഭ്മാൻ ഗില്ല്. നമുക്കറിയാം ഈ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കപ്പെട്ട അല്ലെങ്കിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെല്ലാവരും പരിഗണിക്കുമെന്ന് നമ്മൾ വിചാരിച്ച ഒരു പ്ലെയറാണ് ശുഭ്മാൻ ഗില്ല്. ശ്രേയസ് അയ്യരിനോടൊപ്പം തന്നെ മലയാളി താരം സഞ്ജു വി സാംസൺ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ കഴിയുന്നൊരു പേരായിരുന്നു ശുഭ്മാൻ ഗില്ല്. ശുഭ്മാൻ ഗില്ല് നമുക്കറിയാം വേൾഡ് കപ്പിൽ അവസരം കിട്ടിയില്ല. പക്ഷേ 2026 IPL ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു പ്ലെയർ എന്ന നിലയിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലെയറാണ് ശുഭ്മാൻ ഗില്ല്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു T20 ഇന്ത്യയുടെ സ്ക്വാഡിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിനായാലും വളരെ നല്ലൊരു സ്ക്വാഡിനെ തന്നെയാണ് BCCI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ക്വാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വൈഭവ് സൂര്യവംശി, അതുപോലെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, വൈഭവ് സൂര്യവംശി, അഭിഷേക് ശർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം T20 വേൾഡ് കപ്പിൽ അത്ര മികച്ച ഒരു പ്രകടനമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ IPL വന്നപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 563 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയെടുത്തത്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭയ്ക്കൊത്ത് ഉയരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു T20 ക്രിക്കറ്റിലുള്ള ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു താരം സഞ്ജു വി സാംസനാണ്. സഞ്ജു വി സാംസൺ നമുക്കറിയാം മലയാളി താരമാണ്. T20 വേൾഡ് കപ്പിൽ ആദ്യം കുറേ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു വി സാംസൺ നോക്കൗട്ട് മത്സരത്തിലേക്ക് വന്നപ്പോൾ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു പ്രകടനത്തിലൂടെ ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് നേടിത്തന്ന അല്ലെങ്കിൽ വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായ താരമാണ് സഞ്ജു വി സാംസൺ. IPL അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടു. ചെന്നൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച പ്ലെയറാണ് സഞ്ജു വി സാംസൺ. 477 റൺസ് നേടുവാൻ അദ്ദേഹം സാധിച്ചു. അതിൽ 2 സെഞ്ചുറികൾ ഉൾപ്പെടുന്നു. അങ്ങനെ അദ്ദേഹവും T20 ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വീണ്ടും ടീമിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു താരം ശിവൻ ദുബെയാണ്. ശിവൻ ദുബെ T20 വേൾഡ് കപ്പിൽ ഒരു ക്യാമിയോ പ്രകടനത്തിലൂടെ നമ്മളെല്ലാവരും ത്രസിപ്പിച്ച ഒരു താരമാണ്. പക്ഷേ IPL വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കൊത്ത് ഉയരാനായിട്ട് അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ശിവൻ ദുബെയ്ക്ക് സാധിച്ചില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ T20 ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം അദ്ദേഹം അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. മറ്റൊരു താരം തിലക് വർമ്മയാണ് ഈ സ്ക്വാഡിലെ വൈസ് ക്യാപ്റ്റൻ. തിലക് വർമ്മയും വളരെ മികച്ച കാലിബറുള്ള ഒരു പ്ലെയറാണ്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി IPL താരതമ്യേന കുഴപ്പമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹവും T20 ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു താരം അക്സർ പട്ടേൽ നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായിരുന്നു. താരതമ്യേന കുഴപ്പമില്ലാത്തൊരു പ്രകടനം ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷേ നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു IPL. T20 വേൾഡ് കപ്പിലും വളരെ മികച്ച ഒരു പ്രകടനം അദ്ദേഹം ഒരു ഇന്ത്യൻ ടീമിൻ്റെ തുറുപ്പുചീട്ട് തന്നെയായിരുന്നു അക്സർ പട്ടേൽ. അദ്ദേഹവും T20 ടീമിൻ്റെ ഭാഗമാണ്. മറ്റൊരു താരം നിതീഷ് കുമാർ റെഡ്ഡിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നെടുന്തൂണായ ഓൾറൗണ്ടറാണ്. അദ്ദേഹവും സൺറൈസേഴ്സിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹവും T20 സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്ലെയറാണ്. 4-ാം നമ്പറിൽ ഇറങ്ങി അടുത്ത സെഞ്ചുറികൾക്ക് നേടുവാനും വിക്കറ്റ് നേടുവാനും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിങ്ങിലും ഒക്കെ തന്നെ തിളങ്ങാൻ സാധിച്ച ഒരു പ്ലെയറാണ് വാഷിംഗ്ടൺ സുന്ദർ. അദ്ദേഹവും ഈ ഒരു T20 ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ട് അതായത് ഇംഗ്ലണ്ടിനെതിരെയും അയർലൻഡിനെതിരെയും ഉള്ള ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിലേക്കും ഉള്ള ടീമിനെയും ഇതിൽ പരിഗണിക്കുന്നുണ്ട്. അത് വഴിയെ പറയാം. അതുപോലെ തന്നെ മറ്റേ നമ്മൾ സ്പിന്നർ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ രവി വിഷ്ണോയ്, അത് വരുൺ ചക്രവർത്തി. രവി വിഷ്ണോയ് നമുക്കറിയാം IPL രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് കാരണം ചെറിയൊരു ഡിലേ വന്നെങ്കിൽ പോലും കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് രവി വിഷ്ണോയ്ക്കും സാധിച്ചിരുന്നു. വരുൺ ചക്രവർത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്ലെയറാണ്. വളരെ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു വരുൺ ചക്രവർത്തിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. റൺസ് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രം ചെറിയ പ്രശ്നമെങ്കിലും വിക്കറ്റ് നേടുവാനായിട്ട് വരുൺ ചക്രവർത്തിക്കും സാധിച്ചിരുന്നു. അദ്ദേഹവും രണ്ടുപേരും T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു സ്ഥാനം നിലനിർത്തുവാനായിട്ട് ഇവർ രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ട്. ഇനി ഉള്ളത് മുഹമ്മദ് സിറാജാണ്. മുഹമ്മദ് സിറാജ് നമുക്കറിയാം T20 ക്രിക്കറ്റിൽ നമ്മൾ തുടക്കത്തിലൊക്കെ ചെണ്ട എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പൊതുവെയുള്ള ക്രിക്കറ്റിൽ ചെണ്ട എന്ന് തന്നെ നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് മുഹമ്മദ് സിറാജ്. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തിൽ വളരെ മികച്ച ഒരു പ്ലെയറായിട്ട് മാറുവാനായിട്ട് മുഹമ്മദ് സിറാജിന് സാധിച്ചിട്ടുണ്ട്. IPL ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മെയിൻ ബോളറായിരുന്നു സിറാജ്. റബാഡയ്ക്കൊപ്പം തന്നെ നിൽക്കുവാനായിട്ട് സിറാജിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിറാജ് ഒരു സ്ക്വാഡിൽ ഉൾപ്പെടേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹവും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു താരം ഹർഷിത് റാണ നമുക്കറിയാം T20 വേൾഡ് കപ്പിൽ അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയാണ് IPL അദ്ദേഹം കളിച്ചത്. തുടക്കം തന്നെ
ഒരു പരിക്ക് പറ്റി അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്ന് റൂൾ ഔട്ട് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനും അതുപോലെ ബോൾ ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഹർഷിത് റാണ. അദ്ദേഹവും ഈ T20 സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. മറ്റൊരു താരമാണ് അശ്വദീപ് സിംഗ്. പഞ്ചാബ് കിങ്സിൻ്റെ ഫാസ്റ്റ് ബോളറായ അശ്വദീപ് സിംഗ് ആണ്. ഓപ്പണിങ്ങിലും അതിന് പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന അശ്വദീപ് സിംഗും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. മറ്റൊരു താരമാണ് പ്രിൻസ് യാദവ്. നമുക്കറിയാം ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി ഈ സീസണിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച വൈഭവ് സൂര്യവംശിയെ പോലെ തന്നെ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ച ഒരു പ്ലെയറാണ് പ്രിൻസ് യാദവ്. 24 വയസ്സുകാരനായ പ്രിൻസ് യാദവ് 16 വിക്കറ്റോളം ഈ ഒരു IPL നേടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. വിരാട് കോഹ്ലിയുടെ അടക്കം വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ക്ലീൻ ബൗൾഡ് ആക്കിക്കൊണ്ട് നല്ലൊരു പ്രകടനത്തിലൂടെയാണ് ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് പ്രിൻസ് യാദവും സാധിച്ചത്. അങ്ങനെ അദ്ദേഹം ഏകദിന ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്, അതുപോലെ T20 ടീമിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചു എന്നുള്ളതാണ്. മറ്റു നമ്മുടെ ട്രംപ് കാർഡായിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്ക് ഈ ഒരു ഇംഗ്ലണ്ടിനെതിരെയും അയർലൻഡിനെതിരെയും നടക്കുന്ന T20 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്ഡേഷൻ. അപ്പോൾ എന്തായാലും ഒരു തലമുറ മാറ്റം ഇന്ത്യൻ T20 ക്രിക്കറ്റിൽ നടന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രേയസ് അയ്യരിൻ്റെ നല്ലൊരു മികച്ച ടീമാണ് ശ്രേയസ് അയ്യരിന് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ടീമിനെ വെച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഇനിയുള്ള പരമ്പരകളിലും ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെ കാഴ്ചവെക്കാനായിട്ട് ശ്രേയസ് അയ്യരിനും ടീമിനും സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം. എന്തായാലും വൈഭവ് സൂര്യവംശി വന്നത് അദ്ദേഹത്തിന് നമുക്കറിയാം ലോക ക്രിക്കറ്റിലുള്ള എല്ലാ ബോളേഴ്സിനെയും പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ്, അതിന് ജസ്പ്രീത് ബുംറ, അങ്ങനെയുള്ള മികച്ച താരങ്ങൾക്കെതിരെ ജോഫ്ര ആർച്ചർ അടക്കമുള്ള താരങ്ങൾക്കെതിരെ മികച്ച പ്രകടനം IPL കാഴ്ചവെച്ച പ്ലെയറാണ് വൈഭവ് സൂര്യവംശി. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഭാഗമാകുമ്പോൾ അതേ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വൈഭവിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുതന്നെ ശ്രേയസ് അയ്യരിൻ്റെ ക്യാപ്റ്റൻസി അത് ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടാവും. 2 വർഷത്തിന് ശേഷം അദ്ദേഹം നായകനായിട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അതൊരു പുതിയൊരു ഉണർവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു യുവനിരയാണ് ഇന്ത്യ T20 പരീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വിജയം കാണും. ശ്രേയസ് അയ്യരിൻ്റെ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് പ്ലെയേഴ്സിൻ്റെ മികച്ച പ്രകടനങ്ങൾ ചേരുമ്പോൾ ഇനി ഇന്ത്യ T20 ക്രിക്കറ്റിൽ മുടിചൂട മന്നന്മാരായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു പ്രകടനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേഷനായിട്ട് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി മടങ്ങി വരാം. ഓക്കെ, ബൈ.